എന്തെങ്കിലും ചെയ്യാച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത് അവരുടെ ആ മാനസികാവസ്ഥ. അപ്പൊ ജസ്ന സലീം ഇനി അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. കാരണം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി അമ്മാതിരി അപരാധങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഇവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടെന്ന് കരുതിയതായിരുന്നു. പക്ഷെ ഇന്നലെ ഇവർ ചെയ്തൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അത് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. സംഭവം മറ്റൊന്നുമല്ല, ഈ തള്ള താൻ പെറ്റുപോറ്റിയ തന്റെ 2 മക്കളെ കൊല്ലാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ പറയുന്ന ജസ്ന സലീം ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്വന്തം കൈ മുറിക്കുന്നത് ലൈവായിട്ടുള്ള ഒരു വീഡിയോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആ വീഡിയോ റിമൂവ് ചെയ്ത് കേട്ടോ. അത് ജസ്ന സലീം തന്നെ സ്വമേധയാ റിമൂവ് ചെയ്തതാണോ അതല്ലെങ്കിൽ വയലൻസ് കണ്ട് ഫേസ്ബുക്കിനെ റിമൂവ് ചെയ്തതാണോ എന്ന് അറിയില്ല. രണ്ടാമതാവാനാണ് സാധ്യത, കാരണം ഇത്തരം വീഡിയോസ് ഒന്നും ഫേസ്ബുക്കും യൂട്യൂബും വെച്ച് ഉറപ്പിക്കില്ലല്ലോ. എന്തായാലും ആ വീഡിയോ റിമൂവ് ആയി. അതിനുശേഷം ജസ്ന സലീം എന്ത് ചെയ്തെന്ന് അറിയോ? കയ്യിലെ ഞരമ്പ് മുറിച്ച ഭാഗം വെച്ച് കെട്ടിയിട്ട് ഒരു ലൈവായിട്ട് അങ്ങ് വന്ന്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് അറിയണല്ലോ. സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരും മറ്റേ ലസീത പാലക്കൽ എന്ന് പറയുന്ന സ്ത്രീയും. ലസീത പാലക്കൽ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇടയ്ക്കിടെ ഇങ്ങനെ ലൈവിൽ വന്ന് വർഗീയത വിളമ്പുന്ന ഒരു സ്ത്രീയാണ്. എന്തായാലും ഇവരും ഈ പറയുന്ന ലസീത പാലക്കൽ എന്ന് പറയുന്ന സ്ത്രീയും വമ്പൻ അടിയാണ് കേട്ടോ. ജസ്നക്കെതിരെ ലസീത പാലക്കൽ ഒരു ലൈവ് ചെയ്യും. അത് കേട്ടിട്ട് ജസ്ന എന്താക്കും, സ്വന്തം ചാനൽ വന്ന് അതിന് റിപ്ലൈ കൊടുക്കും. വീണ്ടും ലസീത അടുത്ത ലൈവ് ചെയ്യും. വീണ്ടും ജസ്ന ഇവിടെ വന്ന് വീഡിയോ ചെയ്യും. ഇതന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കമന്റ് ബോക്സിൽ രണ്ടാളും മൂപ്പിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കണതല്ല, ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇവരുടെ രണ്ടാളുടെയും ഓരോ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1000-2000 ഒക്കെ വ്യൂസ് ഉണ്ട്. പിന്നെ ലസീദിനെ ചില വീഡിയോസ് ഒക്കെ 10,000-20,000 വ്യൂസ് ഒക്കെ പോവാറുണ്ട്. ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ടായത് കൊണ്ട് എത്ര വ്യൂസ് കിട്ടുന്നത്. എങ്ങനെയാണ് ഇഷ്ടം ഇതൊക്കെ ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത്? ചിലപ്പോൾ ഇവരുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും ഇവരുടെ വീഡിയോ കാണുന്നത്. അപ്പൊ പിന്നെ കണക്കന്നെ, തല്ലുന്നവരും തല്ല് കാണുന്നവരൊക്കെ കണക്കന്നെ. എന്തായാലും ഇവര് തമ്മിലുള്ള തല്ല് ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തിയ സമയത്ത് ഈ തല്ലിലേക്ക് നമ്മൾ ആ ഷെഫീന ബീവിയും ജോയിൻ ചെയ്ത് കേട്ടോ. അവര് പിന്നെ ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ജോയിൻ ചെയ്യാൻ ഭയങ്കര മിടിക്കാണല്ലോ. ഇതോടുകൂടി ലസീത പാലക്കലിന് ആൾബലം കൂടി. ഷെഫീനെ കൂടാതെ വേറെയും 1-2 പേര് ലസീദന്റെ കൂടെ വന്ന് കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ ലസീദയും കുറച്ച് പേരും മറ്റേ സൈഡിൽ ജസ്ന ഒറ്റക്കും ഇഞ്ചോടിഞ്ച് ഒറ്റക്ക് പടവരുത്താൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലസീദ് ഒരു ദിവസം ലൈവിൽ വന്നിട്ട് ജസ്നക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ജസ്ന സലീം ഒരു ഹണി ട്രാപ്പുകാരിയാണ്, 16ഓളം പേര് ഇതിലെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ കൂട്ടത്തിൽ ജസ്നയുടെ കൂടെ താമസിക്കുന്ന അരുൺ എന്ന വ്യക്തിയും വെച്ച് ഒരു ആരോപണം ഇറക്കി. അതൊന്ന് കേട്ടോക്കാം. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള നമ്പർ 1 വെടിവീരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവനോട് അത് വെറും ചല്ല് കേസ് പുല്ല് കേസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ജസ്ന സലീമിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് സ്ഥിരം പറയുന്നത്. അത് മറ്റേ സലീം ആക്കി കൊടുത്ത 2ാമത്തെ ഭർത്താവ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണോന്നും എനിക്കറിയില്ല. എന്തായാലും ആങ്ങളാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആങ്ങളെ ഇപ്പൊ ആങ്ങളെ ബന്ധാണോ പിന്നെ ചാനലിലൂടെ കാണുന്നത്? നിങ്ങൾ നോക്കട്ടെ, ആങ്ങളെ ബന്ധാണോ അവർ കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. കാരണം പിന്നെ എല്ലാ ആൾക്കാർക്കും ആങ്ങളമാരുണ്ടാവും, എല്ലാ ആൾക്കാർക്കും പിന്നെ അനിയന്മാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതുപോലെ വൃത്തികേട് പറയുന്ന ഏട്ടനും പെങ്ങളും അരനേട്ടാ എന്ന് പറഞ്ഞിട്ട് ജസ്നന്റെ ബലട്ടാ എന്ന് പറഞ്ഞിട്ടുള്ള ജസ്നയും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സെക്ഷൽ ആയിട്ട് പറയുന്ന ഒരേ ഒരു ആംഗല ബന്ധം. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, വേറെ ആരുണ്ടാകും? എങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ആലോചിക്കാനൊന്നും സമയമില്ല ചേച്ചി, അതിനിട്ട് താല്പര്യമില്ല. നിങ്ങളുടെ അപരാധം ആലോചിച്ച് കുത്തിരിക്കല്ല നമ്മളെ പണി. എന്തായാലും പറഞ്ഞത് ചില്ലറ ആരോപണം ഒന്നല്ല അല്ലേ? ഈ അരുൺ ആരാണെന്ന് മനസ്സിലായല്ലോ. എപ്പോഴും ജസ്നയുടെ കൂടെ ലൈവിൽ വരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ സഹോദരന്മാരെ പോലെയാണെന്നൊക്കെയാണ് ജസ്ന പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവര് തമ്മിൽ അങ്ങനൊന്നല്ല, മറ്റേ ടൈപ്പ് ബന്ധമാണെന്നൊക്കെയാണ് ലസീത പഠിച്ചു വിടുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ജസ്നക്ക് അങ്ങ് കൊണ്ടത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഹണി ട്രാപ്പ് കാര്യമാണെന്നുള്ള ആരോപണവും എല്ലാം കൂടെ ആയതോടെ ജസ്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലെ ഞെരുമ്പ് അങ്ങ് കട്ട് ചെയ്യാൻ നോക്കി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവും വന്നു. നമുക്ക് എന്തായാലും ആ ലൈവ് ഒന്ന് കണ്ടോക്കാം. എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താണ് കേസ്, നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് എസ്ഐനോട് പറഞ്ഞു, ഇതെനിക്ക് FIR ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ്, നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു.
സാജനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു, സാജനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്? ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി? അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് FIR ഇട്ട് കിട്ടിയിട്ടില്ല വെച്ചാൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്താ വെച്ചാൽ ചെയ്തോളി. പക്ഷെ ആ മക്കൾ എന്തിനാ ഇതിലേക്ക് വലിച്ചയക്കുന്നത്? അവരെന്ത് ചെയ്തിട്ടാണ്? ഇങ്ങനെ പോവാണെങ്കിൽ എന്റെ മക്കളെയും കൂട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വമേധയാ അവർക്കെതിരെ കേസെടുക്കണം. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് ജസ്റ്റിൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവരിപ്പോ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്റെ മക്കളെയും കൊല്ലും ഞാനും ചാവുന്നല്ലേ. ഒരു അമ്മ സ്വന്തം മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ കേസെടുക്കാൻ വേറെ എന്ത് വകുപ്പാണ് വേണ്ടത്? അതും ലൈവായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് പറയുന്നത്. തീർച്ചയായും ഇവരിങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇവരെ പിടിച്ച് അകത്തിടണമെന്നാണ് എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നാളെ ഇവർ സ്വന്തം മക്കളുടെ കയ്യിൽ ഞെരുമ്പും മുറിച്ചിട്ട് അവിടെ ഒരു ബാൻഡേജും വെച്ച് കെട്ടിയിട്ടും ലൈവ് ചെയ്യാൻ തുടങ്ങും. മിക്കവാറും അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇവരെ തടയേണ്ടത് അത്യാവശ്യമാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയത് നിങ്ങൾ. ഇതിപ്പോ ലസീദിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി സ്വന്തം മക്കളെ തള്ള കരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ജസ്റ്റിനോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ ആയിക്കോളി. ഇനി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തല്ലി പൂതി തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് ഒരുമിച്ച് ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിച്ചോളി, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ മക്കൾ ഇതിലേക്ക് വലിച്ചയക്കുന്നത് മോശം തന്നെയാണ്. മോശമെന്നല്ല, അതിന് പറയാൻ വാക്കുകളില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞേനെ, എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി. ഞാൻ ചെറിയൊരു അറ്റംപ്റ്റ് ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല എന്നൊക്കെ ഞാനിതൊക്കെ പറയുമ്പോൾ കാണുന്നവരിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ എന്തൊരു ദുഷ്ട മനസ്സാണ് നിന്റേത്. ഒരു പെണ്ണ് കൈയും മുറിച്ച് ബാൻഡേജും കെട്ടി വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കാണെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാകും. ആദ്യമായിട്ട് ഒരാൾ സ്വമേധയാ മുറിവ് ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു പേടിയും ഭയവും ഒക്കെ ഉണ്ടാകും, അല്ലേ? അവരുടെ ഒരു സാധാപൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതന്നെ ഒരാൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അയാളോട് എന്താ തോന്നുക? അതെന്നാണ് ഇപ്പൊ എനിക്ക് ജസ്റ്റിനോടും തോന്നുന്നത്. ആദ്യമായിട്ടല്ല ജസ്റ്റിന് ഇതേമാതിരി കൈ മുറിക്കുന്നതും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതൊന്നും. ഇതിനു മുമ്പും ഇവരിത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇവര് പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഏറെ കയറിയപ്പോ ആൾക്കാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലരും കണ്ടു കാണും. അപ്പൊ ഇതൊക്കെ ഇവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നാത്തത്. അമ്മാവനോടൊന്നും തോന്നല്ല മക്കളെ, ബാക്കി കണ്ടോക്കാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിന്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇന്നലെ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത്, അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ. അച്ചോടാ പാവം. മക്കളെ മുന്നിൽ തന്നെ സ്വന്തം കൈ മുറിച്ച് ആ മക്കളെ കൊണ്ട് തന്നെ ആ മുറിച്ച കയ്യിൽ നിന്നുള്ള രക്തം തൊടിപ്പിച്ചിട്ട് പറയാണ് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മക്കൾക്കും വരരുത് എന്ന്. നാണമില്ല ഇമ്മാതിരി ഊളത്തരം കാണിച്ചു വെച്ചിട്ട് ഇമ്മാതിരി ഡയലോഗ് എന്ന് പറയാൻ. താങ്കളൊക്കെ ഒരു അമ്മയാണോ സ്വന്തം മക്കളെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മനസാക്ഷിയുള്ള ഏത് അമ്മയാണ് ഇങ്ങനെ ചെയ്യുക? മക്കളെ മുന്നിൽ വെച്ചിട്ട് ഏതെങ്കിലും അമ്മ കൈ മുറിക്കോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. അങ്ങനെ മുറിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു മൈൻഡ് തന്നെ വേണം. ഇതൊരുമാതിരി സ്വന്തം ആവശ്യത്തിന് വേണ്ടി മക്കളെ കരുവാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മക്കളെ വെച്ച് സാധാപം പിടിച്ച് പറ്റാൻ നോക്കാണ് ഈ സ്ത്രീ. എനിക്ക് അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. കഷ്ടം. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിട്ട് പറഞ്ഞ ഡയലോഗ് കേട്ടില്ല നിങ്ങൾ? ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരു മക്കൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഡയലോഗാണ്. ഇങ്ങനെ ഒരു അമ്മേനെ ഒരു മക്കൾക്കും കിട്ടാതിരിക്കട്ടെ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി കേട്ടോക്കാം. എന്തെങ്കിലും ചെയ്യാച്ചാല് ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. കേട്ടല്ലോ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലുമെന്ന് ഈ സ്ത്രീ പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും മക്കളുടെ സേഫ്റ്റി മുന്നിൽ കരുതിക്കൊണ്ട് ഈ സ്ത്രീക്കെതിരെ കേസെടുക്കണം എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ആ മക്കളെ ഇവരുടെ അടുത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കണം എന്നുള്ളതാണ്. ഇനി ഇവരുടെ കൂടെ ആ മക്കളെ താമസിപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവരെ മക്കളെ വേറെ എന്തെങ്കിലും ചെയ്തു കളയും. ഞാൻ എന്റെ കൺസേണോട് പറഞ്ഞു പോയതാണ് കേട്ടോ. കാരണം ഇവരുടെ പ്രവൃത്തികൾ വന്ന് ഭയങ്കര എക്സ്ട്രീം ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ആ മക്കൾ ആലോചിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നത്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.